നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പരക്കെ കയ്യടി നേടി. പ്രതിപക്ഷ നേതാവിനോ മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലിനോ പോലും ആ ബജറ്റിനെ വിമർശിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ ബജറ്റിനെതിരെ വിമർശനവുമായി ഒരാൾ രംഗത്ത് വന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. മദ്യനയവും കരിമണൽ ഖനനത്തെക്കുറിച്ചുള്ള നിലപാടും തിരുത്തണമെന്നാവശ്യപ്പെട്ട് വി എം സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഈ കത്ത് വി എം സുധീരൻ തന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു. വി എം സുധീരൻ രംഗപ്രവേശം കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിബുദ്ധിമാനായ വി ഡി സതീശൻ ഞൊടിയിടയിൽ അതിന് പരിഹാരം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സതീശൻ പറഞ്ഞത് ബജറ്റിൽ നികുതി കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതിന് പാർട്ടിയുടെ അനുമതി ആവശ്യമില്ല. എന്നാൽ നയം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതിന് അനുമതി ആവശ്യമാണ്. ഇവിടെ ബജറ്റിൽ നികുതിയിൽ കുറവുണ്ടാക്കിയിരിക്കുന്നു, എന്നാൽ പോളിസിയിൽ മാറ്റമില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ വേണ്ടയോ എന്നത് പോളിസി ഡിസിഷനാണ്. KPCC അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വിൽക്കില്ല. KPCC വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി കൊടുത്താൽ അപ്പോൾ ഈടാക്കുന്ന നികുതി ഇതായിരിക്കും. വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 രണ്ട് ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാക്കും. ഇതോടുകൂടി ആ വിവാദം അവസാനിക്കേണ്ടതാണ്. പക്ഷെ വി എം സുധീരൻ അതിന് തയ്യാറല്ല. സുധീരൻ ഇളക്കി വിട്ട വിവാദം വേണ്ടതുപോലെ ക്ലിച്ചു പിടിക്കാത്തതിന് നിരാശയിലിരിക്കുമ്പോഴാണ് ആ പ്രശ്നം വി ഡി സതീശൻ പരിഹരിച്ചത്. ആ പരിഹാരം സുധീരനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നതിന് തെളിവാണ് സുധീരൻ പത്രസമ്മേളനം നടത്തി വീണ്ടും വെടിപൊട്ടിച്ചത്. ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. മറിച്ച് ഇനിയും അത് സംബന്ധിച്ച് മറ്റു ചർച്ച വേണം. ചർച്ച തീർച്ചയായിട്ടും വേണം. UDF ചർച്ച വേണം, കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച വേണം. ചർച്ച അനിവാര്യമാണ്. ആ പ്രോസസ്സെല്ലാം നേരത്തെ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർഭാനുസരണം അവസരം കിട്ടുമ്പോൾ നടത്തുകയോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നു ഏറ്റവും നല്ലത്. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. വി എം സുധീരന്റെ മേൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി മൂക്കുകയറിടണം. ആദർശത്തിന്റെ രോഗം കലശലായിരിക്കുന്ന വി എം സുധീരൻ ഇങ്ങനെ രംഗത്തിറങ്ങിയാൽ വി ഡി സതീശൻ സർക്കാരിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവും. സുധീരന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. സുധീരൻ അഴിമതിക്കാരനല്ല, അധികാരമോഹിയുമല്ല. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെ അഴിമതിക്കാരെക്കാളും അധികാരമോഹിയേക്കാളും സുധീരൻ കോൺഗ്രസ് പാർട്ടിക്ക് തടസ്സമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കെ കരുണാകരന്റെ കാലത്തും AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇത്തരത്തിൽ തലവേദനകൾ ഉണ്ടാക്കി സർക്കാരിൻ്റെ ഇമേജ് തകർക്കാൻ പ്രതിപക്ഷത്തിന് ആയുധമുണ്ടാക്കി കൊടുത്തു വി എം സുധീരൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വികസനം നടന്ന സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. കഷ്ടി ഭൂരിപക്ഷമായിട്ടുകൂടി ഉമ്മൻചാണ്ടി ജനങ്ങളെ കയ്യിലെടുത്തു. എന്നാൽ കല്ലുകടിയായി മാറിയത് 2 അഴിമതിയായിരുന്നു, ബാർക്കോഴയും സോളാർ കോഴയും. ഈ 2 വിവാദങ്ങളും വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലെ ഗ്രൂപ്പ് വഴക്കും അതിനെ CPM കൃത്യമായി മുതലെടുത്തതും കൊണ്ടാണ് അത്രയും വഷളായത്. 10 വർഷം പിന്നീട് പിണറായി ഭരിച്ചപ്പോൾ
രണ്ടിലും കഴമ്പില്ലെന്ന് കണ്ടെത്തി. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് അധികാരം മാത്രമല്ല ആരോഗ്യവും നഷ്ടപ്പെട്ടു. അന്ന് ഈ ബാർക്കോഴ ഇത്രയധികം വഷളാകാൻ കാരണം VM സുധീരനായിരുന്നു KPCC പ്രസിഡന്റ് എന്നതുകൊണ്ട് മാത്രമാണ്. VM സുധീരന്റെ പിടിവാശിയും ദുർവാശിയുമാണ് വാസ്തവത്തിൽ ബാറുകൾ നിരോധിക്കുന്നതിലേക്ക് ഉമ്മൻചാണ്ടിയെ നയിച്ചത്. അതിനുശേഷമാണ് അത് മന്ത്രിസഭയിലെ ഭിന്നതയ്ക്ക് കാരണമായതും അഴിമതി ആരോപണമായി രംഗത്ത് വരുന്നതും. അത്തരത്തിലുള്ള രോഗലക്ഷണം തന്നെയാണ് VM സുധീരൻ ഇപ്പോഴും കാണിക്കുന്നത്. ഈ സർക്കാരിനെ തോൽപ്പിക്കാൻ പിണറായിക്കോ പ്രതിപക്ഷത്തിനോ കഴിയില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സുധീരനെ പോലുള്ള ആദർശ രോഗികൾക്ക് എളുപ്പത്തിൽ കഴിയും. എന്തറിഞ്ഞുകൊണ്ടാണ് സുധീരൻ ഇത്തരം നിലപാടെടുക്കുന്നത് എന്നത് നിരാശാജനകമാണ്. സുധീരന്റെ സാഹചര്യത്തെക്കുറിച്ച് ജിതിൻ K ജേക്കബ് കുറിച്ചത് ഇങ്ങനെയാണ്: ആദർശധീരനാണത്രേ. എന്ത് ആദർശമാണ് ഇയാളൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നറിയില്ല. ഈ ആദർശം കൊണ്ട് സ്വന്തം ജീവിതത്തിലോ സ്വന്തം പാർട്ടിക്കോ സ്വന്തം രാജ്യത്തിനോ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതികൾ അനുവദിക്കുന്നത് മദ്യപാനത്തിന് വഴിയൊരുക്കുമത്രേ. ധാതുമണൽ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം പാടില്ല പോലും. നാടിൻ്റെ ശാപമാണ് ആദർശധീരന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരം പിന്തിരിപ്പന്മാർ. ഇവർ കോൺഗ്രസ് സർക്കാരിനും നാടിനും ഉണ്ടാക്കുന്ന ഡാമേജ് CPM പോലും ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളപ്പോൾ ഇവരെ ആരെയും കാണില്ല. ഭരണം കിട്ടിയാൽ ഇവറ്റകളുടെ വരവാണ്. സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായ ഏറ്റുമുട്ടലുകളുമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. സർക്കാരിൻ്റെ പ്രതിച്ഛായയും ഭരണത്തെയുമാണ് ഇത് പ്രധാനമായും ബാധിച്ചത്. മദ്യനയത്തിൻ്റെ പേരിൽ ഇയാൾ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് കാരണമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ ബാറുകളെല്ലാം അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ആകെയുള്ള 800 ബാറുകളിൽ പകുതിയും അടച്ചുപൂട്ടാൻ സർക്കാരിനോട് KPCC നേതൃത്വം ആവശ്യപ്പെട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാർ ഉടമകളുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടന്നു. ഇതേ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴിച്ചുള്ള 800-ൽ പരം ബാറുകൾ ഒറ്റയ്ക്ക് പൊട്ടാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തിയത് സുധീരൻ എന്ന പിന്തിരപ്പനായിരുന്നു. ആദർശത്തിന്റെ അസ്കിത ഉള്ള വേറൊരു മുതലായിരുന്നു AK ആന്റണി. അയാൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന കാലം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുള്ള ഇരുണ്ട കാലം. ഒരു ഫയലിലും അയാൾ ഒപ്പിടില്ല, ഒരു പദ്ധതിയും നടപ്പാക്കാൻ അനുവദിക്കില്ല. അയാൾക്ക് പേടിയാണ് അഴിമതി ആരോപണം ഉണ്ടാകുമോ എന്ന്. ആദർശധീരൻ അല്ലേ? ചൈന അതിർത്തിയിൽ ഇന്ത്യ ഭൂപ്രദേശത്ത് വികസന പ്രവർത്തനം നടത്താതെ ഇടുന്നതാണ് നമ്മുടെ പോളിസി എന്ന് പാർലമെന്റ് പ്രസംഗിച്ച ആളാണ് ഈ മൊണ്ണ. അയാളുടെ ആദർശ അസ്കിത കാരണം നഷ്ടമുണ്ടായത് നമ്മുടെ രാജ്യത്തിനാണ്. ആ സമയം കൊണ്ട് ചൈന അവരുടെ അതിർത്തി മേഖലയിൽ വൻ വികസനങ്ങൾ നടത്തി. ഇത്തരം കുറെ ആളുകൾ ചുമക്കേണ്ടി വരുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന ഡാമേജിനെ കുറിച്ച് ഉത്കണ്ഠയൊന്നുമില്ല. പക്ഷെ അത് നാടിനെ പിന്നോട്ടടിക്കും. അമിത വിനയം, അമിതമായ ആദർശം തള്ളൽ, ഇവ രണ്ടും കൊണ്ട് നടക്കുന്ന ടീമിനെ അടുപ്പിക്കരുത്. ഗുണമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവം മാത്രമേ കാണൂ. തൻ്റേത് ലളിത ജീവിതമാണെന്ന് കാണിക്കാൻ ഗാന്ധിജി എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ച് സരോജിനി നായിഡു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇറ്റ് കോസ്റ്റ് ഗ്രേറ്റ് ഡീൽ ഓഫ് മണി ടു കീപ് ഗാന്ധിജി ലിവിങ് ഇൻ പോവർട്ടി. കോൺഗ്രസ് സർക്കാരിൻ്റെ തലവേദന തുടങ്ങിയായി. സതീശിനെ ഭരിക്കാൻ സമ്മതിക്കില്ല, നയപരമായി ഒരു തീരുമാനവും എടുപ്പിക്കില്ല. ഇതൊക്കെ ചെയ്യുന്നത് പ്രതിപക്ഷമാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തി സ്വന്തം പാർട്ടിയെ 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്താക്കിയ സുധീരൻ 10 വർഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും വാ തുറന്ന് സ്വന്തം പാർട്ടിയെ വീണ്ടും പ്രതിപക്ഷത്തിരുത്താൻ മാത്രമാണ് എന്നത് രസകരമാണ് കാര്യം. പാർട്ടിക്ക് ഭരണമുള്ളപ്പോൾ മാത്രം തികട്ടി വരുന്ന ആദർശാസ്കതയുള്ള സുധീരന്മാർ ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ എളുപ്പമാണ്. ലോകം മാറുന്നത് അറിയാത്തവരാണ് ഇത്തരം ആദർശധീരന്മാർ. മദ്യം എത്ര നിയന്ത്രിച്ചാലും നിരോധിച്ചാലും അവസാനിപ്പിക്കാൻ കഴിയില്ല. മദ്യം നിരോധിച്ചപ്പോഴൊക്കെ മദ്യോപയോഗം കൂടിയിട്ടേ ഉള്ളൂ. വ്യാജ ചാരായവും മറ്റും കൂടിയിട്ടേ ഉള്ളൂ. അത് എക്കാലത്തെയും ചരിത്രമാണ്. മദ്യം സുലഭമാക്കി അതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണ് ആരോഗ്യത്തോട് താല്പര്യമുള്ള ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കപട മദ്യനിരോധനവുമായി നടന്നാൽ നാട് നശിക്കത്തേ ഉള്ളൂ. മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉന്നത പദവിയിൽ ജോലിയെടുത്തിട്ടുള്ള ടോണി തോമസ് ഇങ്ങനെ കുറിക്കുന്നു: വിദേശത്ത് വർഷങ്ങളോളം ബിസിനസ് ലീഡർഷിപ്പ് റോളുകളിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഫ്റ്റീരിയകളിലും ഫ്രിഡ്ജുകളിലും മദ്യവും എന്തിനേറെ ബിയർ ടാപ്പുകളും വരെ സാധാരണമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഡ്രിങ്ക്സ് കാർട്ടുകൾ ഓഫീസിലൂടെ ഉരുണ്ടു നടക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഓഫീസ് ഡെസ്കിൽ ബോധം കെട്ട് വീഴുകയോ പ്രൊഫഷണലിസം നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവിടെ സർക്കാരുകൾ ആളുകളെ കുട്ടികളായല്ല, ഉത്തരവാദിത്വമുള്ള പൗരന്മാരെയാണ് കാണുന്നത്. എന്നാൽ നിയന്ത്രണമില്ലാത്തവർക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ചാലോ മറ്റ് നിയമങ്ങൾ ലംഘിച്ചാലോ കടുത്ത ശിക്ഷയുണ്ട്. സംസ്കാരവും ഉത്തരവാദിത്വമാണ് പ്രധാനം, പൂർണ്ണ നിരോധനമല്ല. അതുകൊണ്ടാണ് VD സതീശൻ സർക്കാരിൻ്റെ കേരള ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി പുനഃക്രമീകരണത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുമ്പോൾ അത്ഭുതം തോന്നുന്നത്. 5% വീര്യമുള്ള ബിയറിനെയും 42.8% വീര്യമുള്ള വിസ്കിയെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കലായി ചിത്രീകരിക്കുന്നത് ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിഭാഗം സൃഷ്ടിക്കുന്നതിനെ
പഞ്ചസാര പ്രോത്സാഹിപ്പിക്കലായി ചിത്രീകരിക്കുന്ന പോലെയാണ്. ഇവിടെയാണ് അയൽ സംസ്ഥാനമായ കർണാടകയുമായുള്ള താരതമ്യം പ്രസക്തമാവുന്നത്. രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് ഭരിക്കുന്നത്. രണ്ടുപേരും നീങ്ങുന്നത് ഒരേ ദിശയിലേക്കുമാണ്. എല്ലാ മദ്യങ്ങളെയും ഒരേപോലെ കാണാതെ അവയിലെ ആൽക്കഹോളിന്റെ അളവ് നോക്കി നികുതി നിശ്ചയിക്കുക എന്ന ആധുനിക രീതിയാണ് ഇരു സംസ്ഥാനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. കേരളം നികുതി ഘടന പുതുക്കിയപ്പോൾ കർണാടക ഒരു പടി കൂടി കടന്ന് ഇന്ത്യയിൽ ആദ്യമായി ആൽക്കഹോൾ ഇൻ ബിവറേജസ് മാതൃക നടപ്പിലാക്കി. വീര്യം കൂടിയ മദ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുകയും വീര്യം കുറഞ്ഞ ബിയറുകൾക്ക് വില 20 മുതൽ 25% വരെ കുറയ്ക്കുകയും ചെയ്തു. പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് കേരളത്തിലെത്തുമ്പോൾ ഇതേ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരുന്ന വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി പരിഷ്കാരത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ വിവാദമുയരുന്നു. ഒരേ ശാസ്ത്രീയ നയം രണ്ട് കോൺഗ്രസ് ഭരണ സംസ്ഥാനങ്ങൾ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇതിന് വലിയ സാംസ്കാരിക തകർച്ച ചിത്രീകരിക്കപ്പെടുന്നു. ധാർമ്മികത വാളയാർ ചെക്ക് പോസ്റ്റ് വെച്ച് മാറുന്ന ഒന്നാണോ? ഇതിൽ രസകരമാണ് പ്രതിപക്ഷത്തിന് ഓർമ്മക്കുറവ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ബാറുകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിപ്പിച്ചതും വീര്യം കൂട്ടിയതും കുറഞ്ഞതുമായ മദ്യങ്ങൾ ബെക്കോ വഴി പരമാവധി വറ്റഴിച്ചതും. അതേ സർക്കാർ തന്നെയാണ് ഫ്രൂട്ട് വൈനുകൾക്ക് കാർഷികാധിഷ്ഠിത ലോ ആൽക്കഹോൾ ഉൽപ്പന്നങ്ങൾക്കും അനുകൂലമായി നയം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത്. അന്ന് ഇതൊന്നും സംസ്കാരം നാശമായിരുന്നില്ല. ഇന്ന് UDF സർക്കാർ ബജറ്റിൽ ശാസ്ത്രീയമായി നികുതി പുനഃക്രമീകരിക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ വലിയ പാപമായി ചിത്രീകരിക്കുന്നു. തങ്ങൾ ചെയ്യുമ്പോൾ പുരോഗമനം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അധാർമികത. രാഷ്ട്രീയം പലപ്പോഴും ആശയങ്ങളെക്കാൾ ഓർമ്മക്കുറവുകളുടെ കല കൂടിയാണ്. മതനേതാക്കളുടെ പ്രതിഷേധവും കൗതുകകരമാണ്. യോഹന്നാന്റെ സുവിശേഷ പ്രകാരം യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയതായിരുന്നു. അത് മുന്തിരിച്ചാറല്ല, വീഞ്ഞ് തന്നെയായിരുന്നു. കേരളത്തിലെ പല സഭകൾക്കും കുർബാന വൈൻ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അതായത് പള്ളിക്കുള്ളിൽ വീഞ്ഞ് വിശുദ്ധവും പുറത്തു വന്നാൽ പാപവുമാകുന്നു. ഇതിൽ മറ്റൊരു സാമ്പത്തിക വശമുണ്ട്. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പൈനാപ്പിൾ, മാമ്പഴം, പാഷൻ ഫ്രൂട്ട്, ചക്ക, വാഴപ്പഴം തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള വലിയ അവസരമാണിത്. അസംസ്കൃത പഴം വിറ്റാൽ ലഭിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് വൈൻ പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ കർഷകർക്ക് കൂടുതൽ വില ലഭിക്കും. അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറയ്ക്കും. ഇന്നത്തെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പലരും അമിത വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളല്ല, ഉയർന്ന വീര്യമുള്ള സ്പിരിറ്റുകൾ ഡിസ്റ്റിൽ ചെയ്ത് പിന്നീട് ഫ്ലേവറുകളും നിറങ്ങളും ചേർത്ത് വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിനേക്കാൾ നമ്മുടെ സ്വന്തം പൈനാപ്പിളും മാമ്പഴവും പാഷൻ ഫ്രൂട്ടും ചക്കയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രകൃതിദത്തമായ വീര്യം കുറഞ്ഞ വൈനുകളും ബിയറുകളും കൂടുതൽ യുക്തിസഹമായ തെരഞ്ഞെടുപ്പല്ലേ? ബജറ്റ് മുഴുവൻ വായിച്ചാൽ സർക്കാർ മദ്യമോ മയക്കുമരുന്നോ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് രണ്ടിനോടും ഉത്തരവാദിത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് വ്യക്തമാണ്. MDMAയും മെത്താഫെറ്റാമൈനും പോലുള്ള രാസലഹരികൾ നമ്മുടെ യുവതലമുറയെ നിശബ്ദമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ഈ ലഹരി മാഫിയക്കെതിരെ പോരാട്ടത്തിനാണ്. സ്വീഡനും ഫിൻലാൻഡും പോലുള്ള രാജ്യങ്ങൾ വീര്യം കൂടിയ മദ്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും വീര്യം കുറഞ്ഞ ബിയറും വൈനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൂടി പ്രോത്സാഹിപ്പിക്കാനല്ല, ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനാണ്. ഇതിനെയാണ് ശാസ്ത്രലോകം ഹാം റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. കേരളം കൂടുതൽ IT കമ്പനികളെയും വിനോദസഞ്ചാരികളെയും അന്താരാഷ്ട്ര കോൺഫറൻസുകളെയും ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ആധുനിക നഗരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ മദ്യം കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ജീവിത നിലവാരവും തുറന്ന ചിന്താഗതിയും കൊണ്ടാണ്. സർക്കാരിൻ്റെ ജോലി എല്ലാവരെയും നിർബന്ധിച്ച് സൽസ്വഭാവികളാക്കുകയല്ല, സുരക്ഷിതമായ സമൂഹം സൃഷ്ടിക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകണം. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം വേണം. പക്ഷേ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന പ്രായപൂർത്തിയായ പൗരന്മാരെ കുട്ടികളെ പോലെ കാണേണ്ട കാര്യമില്ല. സത്യം എല്ലാവർക്കും അറിയാം. കേരളം നാളെ പൂർണ്ണ മദ്യവർജിത സംസ്ഥാനമാകില്ലെന്ന് ഭരണപക്ഷത്തിനും അറിയാം. മദ്യനിരോധനം പരാജയപ്പെട്ട പരീക്ഷണമാണെന്ന് പ്രതിപക്ഷത്തിനും അറിയാം. ക്രിസ്തീയ പാരമ്പര്യത്തിൽ വീഞ്ഞ് നിഷിദ്ധമല്ലെന്ന് മതനേതാക്കൾക്കറിയാം. തങ്ങൾക്ക് മദ്യം എപ്പോഴും ലഭിക്കുമെന്ന് പണക്കാർക്കറിയാം. എന്നിട്ടും ഈ ധാർമ്മിക നാടകം തുടരുകയാണ്. കാരണം രാഷ്ട്രീയത്തിൽ ഏറ്റവും ലാഭകരമായ ചരക്ക് പലപ്പോഴും ധാർമ്മിക രോഷമാണ്. കാനായിലെ കല്യാണത്തിന് ശേഷവും ലോകം നിലനിന്നിരുന്നു. ഒരു ഫ്രൂട്ട് വൈൻ കുപ്പി കൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരം തകരില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതം വെള്ളം വീഞ്ഞാക്കുന്നതല്ല, ഇരട്ടത്താപ്പിനെ ആത്മാർത്ഥതയാക്കി മാറ്റുന്നതാണ്.